ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വേറെ ഒന്നല്ല, തംബ്നെയിലിൽ കണ്ടതുപോലെ ഞങ്ങളൊരു കാർ വാങ്ങിക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മാസത്തിൽ കൂടുതലായി ഞങ്ങൾ വെയിറ്റ് ചെയ്യണു. അങ്ങനെ ഫൈനലി ഇന്നാണ് നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ ഷോറൂമിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്തുന്നതിന് മുമ്പുള്ള ഓരോ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സാലിക്കാർഡ് വാങ്ങിച്ചു കേട്ടോ. സാലിക്കാർഡ് നമ്മുടെ നാട്ടിലേക്ക് മറ്റേ ഫാസ്ടാഗ് പോലത്തെ സംഭവം. അപ്പോൾ അത് ഇങ്ങനെ വണ്ടിയും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടോൾ ഗേറ്റ് കൂടെ പോകുമ്പോൾ തന്നെ പൈസ കട്ടാവും. ഇതിനകത്ത് 50 റംസ് ഉണ്ട്, 100 റംസാണ് കാർഡിന്. നമ്മൾ 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ട്രാഫിക്കാണ്. ഈ ടൈമിലൊക്കെ നല്ല ട്രാഫിക്കാണ്. അപ്പം ചേരമോള് ഒരു ഉറക്കത്തിൻ്റെ മൂടാണ്. ചേരമോളെ ഉറക്കത്തിൻ്റെ മൂടാണല്ലേ. ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിരുന്ന് ഉറക്കം വന്നു തുടങ്ങി. ഇന്നാളുടെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അങ്ങനെ കുറച്ച് നേരം അവളെ കളിപ്പിച്ചൊക്കെ ഇരുന്നിട്ട് അവൾ പിന്നെ ഉറങ്ങിയൊന്നുമില്ലായിരുന്നു പകല്. അതുകൊണ്ട് ഇപ്പം ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതിൻ്റെ ചെറുതായിട്ടുള്ള വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ ട്രാഫിക്കും കൂടെ കഴിഞ്ഞപ്പോൾ അങ്ങനെ. അപ്പം ഞങ്ങൾ ഇനി എന്തായാലും ഷോറൂമിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഷോറൂമിലെത്തി. ഇനിയിപ്പോൾ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളായി. 5 മാസമായി. ഞാൻ നാട്ടിലായിരുന്നു ഇപ്പോൾ ബുക്ക് ചെയ്തത്. ഞങ്ങൾ വരുമ്പോഴത്തേനും റെഡി ആവുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അപ്പോഴേ വണ്ടിയിൽ നിന്ന് കയ്യിൽ കിട്ടും. ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി കിട്ടിയിട്ട് കാണിച്ചു തരാം.
ഇവിടെ റൂൾ അനുസരിച്ചിട്ട് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല കൊച്ചിനെ പിടിച്ചിട്ട്. ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ ബാക്കിലോട്ട് പോന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ റൂള് കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലോ. സ്ട്രിക്ട്നെസ്സിൻ്റെ മാത്രമല്ല, നമ്മുടെ കൊച്ചുങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ഓരോ റൂളുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പാലിക്കണമല്ലോ. ഇനിയപ്പോൾ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ്.